ഫാമിലി എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് നിതീഷ് സഹദേവ്. മികച്ച വിജയം നേടി ഈ സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി ഒരു സിനിമ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ ഈ ചിത്രം നീട്ടിവെക്കുകയും നിതീഷ് മറ്റൊരു തമിഴ് ചിത്രത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ഈ സിനിമയെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നിതീഷ്. കഥ പറഞ്ഞപ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് കണക്റ്റായി. ഇനി ഒരു റീഡിംഗ് കൂടി ഇരിക്കാമെന്ന് മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ട്. അടുത്ത റീഡിങ്ങിന് അത് ഓക്കെ ആകും. ഒരു ആക്ഷൻ എന്റർടൈനാണ് സിനിമ. അതിൽ എന്തെങ്കിലും പുതിയ പരിപാടി ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിതീഷിന്റെ വാക്കുകൾ ഇങ്ങനെ. മമ്മൂട്ടി കമ്പനിയും കാവ്യ ഫിലിംസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നാണ് വിവരം. മമ്മൂട്ടി കമ്പനി ഏറ്റവും വലിയ ചിത്രമായിട്ടാണ് ഈ നിതീഷ് സഹദേവൻ ചിത്രം ഒരുങ്ങുന്നത്. കേരള തമിഴ്നാട് ബോർഡർ പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സിനിമയിൽ മമ്മൂട്ടി ഒരു ഗാങ്സ്റ്ററായിട്ടാണ് എത്തുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു പക്കാ ഫൺ ആക്ഷൻ കൊമേഴ്സ്യൽ സിനിമയായിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിൽ നായികയില്ലെന്നും പകരം 9 വയസ്സുള്ള ഒരു കുട്ടിയാണ് സിനിമയിലെ പ്രധാന വേഷത്തിൽ എത്തുന്നുവെന്നാണ് മറ്റൊരു റിപ്പോർട്ട്. സിനിമയുടെ ഷൂട്ടിംഗ് മെയ്യിൽ ആരംഭിക്കും. ചിത്രത്തിൽ മമ്മൂട്ടി തിരുവനന്തപുരം സ്ലാങ്ങാണ് ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ വാർത്തകൾ വന്നിരുന്നു. ഈ വർഷം ആദ്യമായിരുന്നു മമ്മൂട്ടിക്കൊപ്പം സിനിമ ചെയ്യാനായി നിധി സഖിതാവ് അറിയിച്ചത്. അതേസമയം ജീവി നായകനാക്കി ഒരുക്കുന്ന തമിഴ് സിനിമ തലവർ തമ്പി തലയമേൽ ആണ് ഇനി പുറത്തിറങ്ങാനുള്ള നിതീഷ് ചിത്രം. ഒരു കോമഡി ഫാമിലി ഡ്രാമ സിനിമ എന്നാണ് സൂചന നൽകുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പ്രേമലു, ആലപ്പുഴ ജിങ്കാന എന്നീ സിനിമകളുടെ പ്രേക്ഷക ഹൃദയം നേടിയ വിഷ്ണു വിജയാണ് സിനിമയ്ക്കായി സംഗീതം ഒരുക്കുന്നത്.